ഒരു കാട്ടില് ഒരു സിംഹം ഉണ്ടായിരുന്നേ. ഈ സിംഹം ഒരു ഗുഹയ്ക്കകത്താ താമസിക്കുന്നത്. ഒരു ദിവസം സിംഹത്തിന് വിശന്നിട്ട് വയ്യ. സിംഹത്തിനൊന്നും കിട്ടിയില്ല, മൃഗങ്ങളെ ഒന്നും കിട്ടിയില്ല. എന്നാ പുറത്തോട്ടൊക്കെ ഇറങ്ങിപ്പോയി ആരെങ്കിലൊക്കെ നോക്കാം, തപ്പി പിടിക്കാം എന്നും പറഞ്ഞ് സിംഹം പുറത്തോട്ട് ഇറങ്ങിയേ. അപ്പൊ സിംഹം ഇങ്ങനെ നടന്ന് 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 കുറെ ചെല്ലുമ്പോ ഒരു മൃഗങ്ങളെയും കാണത്തില്ല. അപ്പൊ നോക്കുമ്പോ ഒരു മരം, ആ മരത്തിന്റെ പൊത്തിനകത്ത് എന്തോ ഇങ്ങനെ ഒരു പൊതി ഇരിക്കുന്നു. സിംഹം നോക്കിയപ്പോ ഒരു പൊതി, ഇനി എന്തെങ്കിലും ആഹാരം എന്തെങ്കിലും പൊതിഞ്ഞ് വെച്ചേക്കുവാണോ അതൊക്കെ വിചാരിച്ച് സിംഹം എന്ത് ചെയ്യുന്നറിയാമോ, ആ പൊതി എടുത്തുകൊണ്ട് സിംഹത്തിന്റെ ഗുഹയിലോട്ട് ഓടിപ്പോവും. സിംഹം അവിടെ ചെന്ന് ആ പൊതിയെല്ലാം കടിച്ച് കയറി നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഇങ്ങനെ മഞ്ഞ കളറിൽ കട്ടിയിൽ കുറെ സാധനങ്ങൾ, അതായത് അതിനകത്ത് സ്വർണ്ണാഭരണങ്ങളും സ്വർണ്ണ നാണയവും ഒക്കെ ആയിരുന്നു. സിംഹം വിചാരിക്കും എന്തെങ്കിലും കഴിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് സിംഹം ആ ഒരു സ്വർണ്ണ നാണയം എടുത്ത് കടിക്കും. അപ്പൊ ഈ സിംഹം ഈ സ്വർണ്ണ നാണയം കടിക്കുമ്പോഴത്തേക്ക് സിംഹത്തിന്റെ പല്ല് വേദന എടുക്കും. സ്വർണ്ണ നാണയത്തിന് ഭയങ്കര കട്ടിയല്ലേ. പക്ഷെ ഈ ഇങ്ങനെ ഈ പാക്കറ്റ്, ഈ പൊതി ഉണ്ടല്ലോ, പൊതി ഇങ്ങനെ വലിച്ചു കീറുന്ന വഴി ഒരു സ്വർണ്ണമാല എങ്ങനെയോ സിംഹത്തിന്റെ കഴുത്തേലാവും. സിംഹത്തിനാണ് ആകപ്പാടെ വെപ്രാളാവേ. സിംഹത്തിന്റെ കഴുത്തിൽ കുരുങ്ങി കിടന്നിട്ട് എന്ത് ചെയ്യണമെന്ന് സിംഹത്തിന് അറിയാൻ വയ്യ. സിംഹം പേടിച്ച് പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യും, എങ്ങനെ ഊരിക്കളയും, ആരോട് ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് സിംഹം ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോ കുറെ ദൂരം ചെന്നപ്പോ ഒരു കുറുക്കൻ വരുന്നേ. അപ്പം സിംഹം ആ കുറുക്കനെ കാണുമ്പോൾ മനസ്സിലാവും സിംഹം എന്തോ പേടിച്ചിറങ്ങി വരും. അപ്പൊ സിംഹത്തിന്റെ കഴുത്തെ മാല കിടക്കുന്നത് കുറുക്കൻ കാണും. അപ്പൊ കുറുക്കൻ ഈ നാട്ടിലൊക്കെ ചെന്നിട്ട് അവിടുത്തെ സ്ത്രീകളുടെ കഴുത്തിലൊക്കെ മാലയൊക്കെ സ്വർണ്ണമാലയൊക്കെ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. കോഴിയെ പിടിക്കാൻ പോകുമ്പോ അപ്പം സിംഹം കുറുക്കനോട് ഇങ്ങനെ പറയും, ഒരു പൊതി കിട്ടിയ കാര്യവും ഒരു തുറന്ന കാര്യവും ഒക്കെ പറയും. അപ്പൊ കുറുക്കന് മനസ്സിലായി ഇത് സ്വർണ്ണമാണെന്നൊക്കെ. പക്ഷെ കഴുത്തേലെ മാല ഊരണമല്ലോ സിംഹത്തിന്റെ. അപ്പൊ കുറുക്കൻ വിചാരിക്കും ഈ മാല ഊരി എടുത്തോണ്ട് പോവാണെങ്കില് നാട്ടിൽ ചെന്നാല് ആർക്കെങ്കിലും കൊടുത്തിട്ട് അവിടെ ഇരിക്കുന്ന കോഴിയൊക്കെ വാങ്ങിക്കാം. അപ്പൊ സിംഹം കുറുക്കൻ ഇങ്ങനെ നാട്ടിൽ ചെന്ന് കോഴിയെ പിടിക്കാനൊക്കെ ഇങ്ങനെ പാത്തിരിക്കുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് ആൾക്കാര് പൈസയൊക്കെ കൊടുത്തിട്ടൊക്കെ കോഴിയെ വാങ്ങിച്ചോണ്ട് പോകുന്നത്. അപ്പൊ ഈ കോഴിയെ വളർത്തുന്ന ആൾ അവർക്ക് കോഴിയെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം കുറുക്കൻ വിചാരിക്കും ഇത് കൊണ്ട് കൊടുത്തിട്ട് ഇപ്പൊ കക്കുവൊന്നും വേണ്ടല്ലോ, അവരുടെ കയ്യിന്ന് കോഴി വാങ്ങിച്ചോണ്ട് വരാം, ഈ സിംഹത്തിനെ പറ്റിച്ച് എങ്ങനെയെങ്കിലും ഈ മാല കൈക്കലാക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ കുറുക്കൻ പറയും, രാജാവേ ഇത് കണ്ട് ഇതൊരു പാമ്പാണ്, ഇതിപ്പോ ഉറങ്ങിക്കിടക്കാണ്, ഇത് എപ്പോഴെങ്കിലും ഉണർന്നു കഴിഞ്ഞാൽ അങ്ങയെ കൊത്ത് അങ്ങ് മരിച്ചു പോകുമെന്ന് പറയും. സിംഹത്തിന് പേടിയായി. എടാ ഇതിനെ എങ്ങനെയും എടുത്തു ആടാന്നൊക്കെ പറഞ്ഞ് സിംഹം വെള്ളം വെക്കാൻ തുടങ്ങും. എന്നാ രാജാവ് മുമ്പോട്ട് വാ, നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കാം. അങ്ങനെ അവർ രണ്ടും കൂടെ മുമ്പോട്ട് നടക്കുമ്പോഴത്തേക്ക് ഒരു മരം, ആ മരത്തിന്റെ ഒരു കമ്പ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നു. അപ്പം കുറുക്കൻ പറയും, എന്നാ സിംഹരാജാവ് ഒരു കാര്യം ചെയ്യും, ആ മാലയും കഴുത്തും കൂടെ ആ കൊമ്പിനകത്തോട്ട് കയറ്റിയിട്ടൊന്ന് വലിച്ചാൽ മതി എന്ന് പറയും. അപ്പൊ ഇങ്ങനെ കുറെ തവണയൊക്കെ കുറുക്കൻ പറഞ്ഞു കൊടുത്തിട്ട് സിംഹത്തിന് മനസ്സിലായില്ല. പിന്നെ കുറുക്കൻ ചെന്ന് നിന്ന് കാണിച്ചു കൊടുക്കും. കുറുക്കൻ പേടിച്ചാണ് കാണിച്ചു കൊടുക്കുന്നത്, എങ്ങാനും പിടിച്ച സിംഹം കമ്മിയാ തീർന്നില്ലേ. അങ്ങനെ ഒരു വിധത്തിൽ സിംഹം ആ മാലയും സിംഹത്തിന്റെ പെടലും എല്ലാം കൂടെ ആ മരക്കൊമ്പിലോട്ട് കയറ്റും. താഞ്ഞൊരു വലിക്കുമ്പോഴത്തേക്ക് ഇത് പൊട്ടിപ്പോവും. സിംഹം ഇത് കഴുത്തുനിന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് ജീവനും കൊണ്ട് രക്ഷപ്പെടും. അപ്പൊ ഈ കുറുക്കൻ എന്ത് ചെയ്യും, ഈ പൊട്ടിപ്പോയ ഈ സ്വർണ്ണമാല കൈക്കലാക്കും. എന്നിട്ട് പതിയെ ഈ മാലയും കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് ചെല്ലും. കാട്ടിൽ നിന്ന് നാട്ടിൽ ചെല്ലും. അപ്പൊ അവിടെ ചെല്ലുമ്പോ ഈ കുറുക്കൻ ഈ മാലയും പിടിച്ചുകൊണ്ട് ഒരു കോഴി വളർത്തുന്ന ഒരാളുടെ അടുത്ത് ചെല്ലും. അപ്പൊ എന്തുവായിരുന്നു, അവിടുത്തെ രാജാവിന്റെ രാജ്ഞിയുടെ സ്വർണ്ണമെല്ലാം കള്ളന്മാര് മോഷ്ടിച്ചോണ്ട് പോയായിരുന്നു. അപ്പൊ രാജ്ഞിയുടെ ഒരു മാലയാണ് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആ മാലയാണ് ഈ കുറുക്കൻ കടിച്ചു പിടിച്ചോണ്ട് വരുന്നത്. അപ്പൊ രാജ്ഞിയുടെ ഈ മാല കുറുക്കൻ കൊണ്ടുവരുന്ന കണ്ടപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യുന്നറിയാവോ, ഈ മാല കൊണ്ട് രാജാവിനെ തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ രാജാവ് സമ്മാനം കൊടുക്കുമല്ലോ. അങ്ങനെ ഇവര് ഈ കുറുക്കനെ കോഴിയെ തരാന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട് പാത്ത് നിന്നിട്ട് ഭാര്യ കോഴിയെ തുറക്കാനായിട്ട് കൂടിൻ്റെ അടുത്തോട്ട് പോവുകയും ഭർത്താവ് ഒരു വലിയ കമ്പെടുത്ത് കുറുക്കൻ്റെ തലക്കിട്ട് ഒറ്റടി വെച്ച് കൊടുക്കും. അങ്ങനെ കുറുക്കൻ ചത്തുപോകും. എന്നിട്ട് ആ മാല അവരങ്ങെടുക്കും. മനസ്സിലായോ?
കഥ ഇഷ്ടപ്പെട്ടോ? അപ്പൊ എന്തുവാണ് ഇതിന്റെ ഗുണപാഠം? എന്തുവാണ്? അതിബുദ്ധി ആപത്ത്.